അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ഒരുപാട് ഹദീസ് റിപ്പോർട്ട് ചെയ്ത അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ മരിച്ചു. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെ രണ്ടാമത് കല്യാണം കഴിക്കാണ് വേറൊരാള്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു ആണ് കല്യാണം കഴിക്കുന്നത് ഉമ്മു സുലൈമിനെ. അങ്ങനെ കല്യാണം കഴിച്ചിട്ട് അബൂ തൽഹന്റെ കൂടെ മണവാട്ടിയായി ഉമ്മു സുലൈം പോയി. അപ്പോ അനസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്. അപ്പോൾ പുതുക്കപ്പെണ്ണായിട്ട് വേറൊരു ഭർത്താവിൻ്റെ ഒപ്പം പോകുമ്പോൾ ആദ്യത്തെ ഭർത്താവിലുള്ള മോനെ കൊണ്ടുപോണേന് തടസ്സമൊന്നുമില്ല, അബൂ തൽഹ നോക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവർക്കൊരാശയം തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കളൊന്നുമില്ല അന്ന്. ഖദീജ ബിവി റളിയല്ലാഹുവിനെ വിവാഹം ചെയ്ത സമയമാണ്. അപ്പോൾ അനസ് റളിയല്ലാഹുവിനെ ഓൽക്ക് ഖിദ്മത്തെടുക്കാനാക്കി കൊടുത്താലോ എന്നൊരു തോന്നല്. അങ്ങനെ ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു അൻഹു അഥവാ അനസ് റളിയല്ലാഹുവിന്റെ അളാപ്പ അനസ് റളിയല്ലാഹുവിനെയും കൂട്ടിയിട്ട് മുസ്തഫ നബി തങ്ങളുടെ ഹദറത്തിൽ വന്നു. നബിനോട് പറഞ്ഞു, പൊന്നാര നബിയെ, ഈ അനസ് മോൻ ഇവിടെ നിന്നോട്ടെ, നിങ്ങൾക്ക് വേണ്ട ഖിദ്മത്തുകളൊക്കെ എടുത്തുകൊണ്ട് ഓമ്പടെ കഴിഞ്ഞുപിടിക്കോളും, നല്ല കുട്ടിയാണ്, ഓന് വേണ്ടി നിങ്ങളൊന്ന് ദ്വാരക്കണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞു. തലയിൽ കൈവച്ചിട്ട് നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി വ ഔലാദിഹി. അല്ലാഹുവേ, ഈ അനസ് മോനെ മുതലിലും ഔലാദിലും നീ ബറക്കത്ത് ചെയ്യണമേ അല്ലാ. വർഷത്തിൽ 2 പ്രാവശ്യം കായ്ക്കുന്ന തോട്ടം മദീനയിൽ അനസ് റളിയല്ലാഹു അൻഹുവിനുണ്ടായി. സാധാരണ തോട്ടങ്ങൾ 1 പ്രാവശ്യമാണ് കായ്ക്കാറുള്ളത്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടം കൊല്ലത്തിൽ 2 തവണ കായ്ച്ചു നിൽക്കുമായിരുന്നു. 106 മക്കളുണ്ടായി അനസ് റളിയല്ലാഹു അൻഹുവിന്. 106 ഹാഫിളീങ്ങളായിരുന്നു എന്നതാണ് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത. നമ്മളൊന്ന് മരിച്ചാൽ ഓതണമെങ്കിൽ വാടകയ്ക്ക് ആളെ കൊണ്ടുവരേണ്ടി വരും. നമ്മളൊന്ന് മരിച്ചടന്നാൽ ഓതാൻ വാടകയ്ക്ക് ആളെ കൊണ്ടുവരണം. ഇപ്പോൾ വാടകയ്ക്കും ആരും കിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ ഓതാനേ 106 ഹാഫിളീങ്ങളായ മക്കളുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിൽ കൈ വെച്ചിട്ട് ബർക്കത്തിന് വേണ്ടി തോരുന്നതാണ്, അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി വ ഔലാദിഹി. അല്ലാഹുവേ, അനസ് മോനെ മാലിലും ഔലാദിലും നീ ബർക്കത്ത് ചെയ്യണമേ എന്ന്. അതാണ് ബർക്കത്ത് പറഞ്ഞാൽ. അതുകൊണ്ട് റജബ് ബർക്കത്തിന്റെ മാസാണ്. കച്ചവടത്തിലെ ബർക്കത്ത് വളരെ പ്രധാനമാണ്. വീടിലെ ബർക്കത്ത് വളരെ പ്രധാനമാണ്. ദിവസത്തിലെ ബർക്കത്ത്, ദിവസത്തിൽ ബർക്കത്തുണ്ട്. ദിവസത്തിൽ ബർക്കത്തുണ്ടാണെങ്കിൽ സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കണം. സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കണം. സുബഹിന്റെ ശേഷം അസറിന്റെ ശേഷം ഉറങ്ങാതിരിക്കണം. എന്നാലേ ദിവസത്തിൽ ബർക്കത്ത് ഉണ്ടാവുള്ളൂ. 3 കാര്യങ്ങൾ ഒരാൾ ചെയ്തെങ്കിലേ ബർക്കത്ത് ഉണ്ടാവുള്ളൂ എന്നാണ്. ഒന്ന്, മിതമായ ഭക്ഷണം, ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കണം. രണ്ടാമത്തേത് മിതമായ ഭാഷണം, ആവശ്യത്തിന് മാത്രം സംസാരിക്കണം. മിതമായി ഭക്ഷണം കഴിക്കുക, മിതമായി സംസാരിക്കുക, മിതമായി ആളുകളുമായി ഇടപഴകുക. ആവശ്യത്തിന് മാത്രം, വെറുതെ ഒരു പണിയില്ലാതെ അങ്ങാടി പോയിരുന്ന ഒരു ബർക്കത്തും ഉണ്ടാവില്ല. മിതമായ ഉറക്കം, അത് ബർക്കത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. മിതമായ ഭക്ഷണം, മിതമായ ഭാഷണം. മിതമായ ഭാഷണത്തിൽപ്പെട്ടതാണ് മിതമായ ഇടപഴകൽ. ആൾക്കാരായിട്ട് ഇടപഴകിയ വർത്തമാനം പറയേണ്ടി വരും, അതുകൊണ്ട് ആവശ്യത്തിന് മതി. 3-മത്തേത് മിതമായ ഉറക്കം, ആവശ്യത്തിന് മാത്രം ഉറങ്ങാം. ഒരു പണിയില്ലെങ്കിലൊക്കെ ഉറങ്ങാനുള്ള സമയമൊന്നുമല്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ എല്ലാ വിഷയത്തിലും ബർക്കത്ത് വേണം. ഉറക്കത്തിലുണ്ട് ഒരു ബർക്കത്ത് എന്നാണ്. ചില ആൾക്കാർക്ക് കുറച്ചു നേരം ഉറങ്ങിയാൽ തന്നെ ഭയങ്കര റാഹത്താവും. ചിലവർ കുംഭകർണന്റെ ഉറക്കം ഉറങ്ങിയാലും ഉറങ്ങിയിട്ടില്ല എന്നേ തോന്നുള്ളൂ. അങ്ങനെ ഉണ്ടാവും. ഉറക്കത്തിലുണ്ട് ഒരു ബർക്കത്ത്. ഉണർച്ചയിൽ ബർക്കത്തുണ്ട്. എല്ലാ സംഗതികളിലും ബർക്കത്തുണ്ട്. നോട്ടത്തിൽ ബർക്കത്തുണ്ട്. കേൾവിയിൽ ബർക്കത്തുണ്ട്. നോട്ടത്തിലുണ്ട് ഒരു ബർക്കത്ത്. ഉമ്മാന്റെ നോട്ടം, ഉമ്മാനെ അങ്ങോട്ടുള്ള നോട്ടം ബർക്കത്തുള്ള നോട്ടാണ്. നമ്മളൊരു കുട്ടി ജനിച്ചാൽ ആദ്യം ഉമ്മാക്ക് കാണിച്ചു കൊടുക്കും. എന്തിനാ? ഇമ്മ കുട്ടിനെ ഇങ്ങോട്ട് നോക്കണം, അതൊരു ബർക്കത്തുള്ള നോട്ടാണ്. ഉമ്മാനെ അങ്ങോട്ട് നോക്കുന്നതും ഒരു ബർക്കത്തുള്ള നോട്ടാണ്. മുസാഫ് അങ്ങനെ മറിച്ചിട്ട് വെറുതെ നോക്കിയാൽ കൂലി കിട്ടും. മുസാഫ് മറിച്ചിട്ട് വെറുതെ നോക്കിയാൽ കൂലി കിട്ടും. കഅബയിലേക്ക് വെറുതെ നോക്കിയാൽ കൂലി കിട്ടും. ഉമ്മാനെ വെറുതെ ഇങ്ങനെ നോക്കിയിരുന്നാൽ കൂലി കിട്ടും. ഇങ്ങനെയാണ്. ഇന്ന് ഒരാൾ ചോദിച്ചു എന്നോടൊരാൾ ചോദിച്ചു, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ എല്ലാ വിഷയങ്ങൾക്കും മാതൃക ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ
നബിൻ്റെ ഉമ്മ ഇല്ലാത്തതുകൊണ്ട് നബി തങ്ങളുടെ ഭാര്യമാർക്കൊന്നും അമ്മായിമ്മ കേസ് ഉണ്ടായില്ലല്ലോ. എല്ലാറ്റിലും മാതൃക ഉണ്ട് എന്നല്ലേ, അപ്പം എന്തേ അമ്മായിമ്മ ഇല്ല ഞാൻ ചോദിച്ചു. നല്ല ചോദ്യമാണ്. പെണ്ണുങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. നല്ല ചോദ്യമാണ്, ചോദിക്കേണ്ടത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ അമ്മായിമ്മയിലെ മാതൃക കാണിക്കേണ്ടത് മറ്റൊരാളാകുമോ? നബി അല്ല കാണിക്കുക, ഉമ്മ കാണിക്കേണ്ടി വരുമായിരുന്നു. അതേ സമയത്ത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 11 അമ്മായിമ്മമാരുണ്ടായിട്ടുണ്ട്. മാതൃക അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വേണ്ടത്. മുസ്തഫ നബി തങ്ങൾക്ക് 11 അമ്മായിമാരുണ്ട്. നബി തങ്ങൾ വഫാത്താവുന്ന സമയത്ത് 9 ഭാര്യമാര്, നബി തങ്ങൾ 11 വിവാഹം കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 11 അമ്മായിമാരുണ്ടായിട്ടുണ്ട്. ആ അമ്മായിമാരോടൊക്കെ എങ്ങനെയാണ് പെരുമാറിയത് എന്നാണ് പഠിക്കേണ്ടത്. അവരോടൊക്കെ എങ്ങനെ പെരുമാറിയത്? അമ്മോശാക്കാരുണ്ട്. മുസ്തഫ നബി തങ്ങളുടെ അമ്മോശനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ അമ്മോശനാണ് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ അമ്മോശനാണ്. മാതൃക ഇല്ലാത്തൊന്നുമില്ല. അമ്മായിമ്മയിൽ മാതൃകയുണ്ട്, അമ്മോശനിൽ മാതൃകയുണ്ട്, എല്ലാറ്റിലും നബി തങ്ങളിൽ മാതൃകയുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ജീവിതത്തിന്റെ ബറക്കത്ത് വളരെ പ്രധാനമാണ്. ബർക്കത്തിന് ദ്വാരക്ക, മക്കളിലെ ബർക്കത്ത്, കുടുംബത്തിൽ ബർക്കത്ത്, ഭാര്യയിൽ ബർക്കത്ത്, ഭർത്താവിൽ ബർക്കത്ത്. ഭാര്യയിലും ഭർത്താവിലും കുടുംബജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവാൻ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ്. കുടുംബത്തിൽ ബർക്കത്ത് ഉണ്ടാവാൻ 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ പുരുഷന്മാരെ ആണുങ്ങൾ പറയണ വർത്താനം നേരാവണം. രണ്ടാമത്തെ കാര്യം പെണ്ണുങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നേരാവണം. ഒരാളെ വർത്താനം നേരാവണം, ഒരാളെ പ്രവർത്തനം നേരാവണം. വർത്താനത്തിൽ ആണുങ്ങളാണ് മുൻപന്തിയിൽ നിൽക്കേണ്ടത്, പ്രവർത്തനത്തിൽ സ്ത്രീകളാണ് മുൻപന്തിയിൽ നിൽക്കേണ്ടത്. പുരുഷന്റെ സംസാരം നന്നാവണം, സ്ത്രീയുടെ പ്രവർത്തനങ്ങൾ നന്നാവണം. പുരുഷന്മാരെ വർത്താനം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിരിക്കുന്നു. സൂറത്തുർ റൂമിന്റെ 21-ാമത്തെ ആയത്തിലുണ്ട്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അല്ലാഹു കുടുംബജീവിതം നന്നാവാൻ വേണ്ടി നിങ്ങളിൽ മവദ്ദത്ത്, റഹ്മത്ത് എന്നീ 2 ഗുണങ്ങളെ വെച്ചിരിക്കുന്നു. മവദ്ദത്ത്, റഹ്മത്ത് എന്നീ 2 ഗുണങ്ങളാണ് കുടുംബജീവിതത്തിന് വേണ്ടത്. 2 സ്നേഹമാണ്, പക്ഷെ 2നും 2 പ്രകടനങ്ങളാണുള്ളത്. ഒന്ന് സംസാരമാണ്. മവദ്ദത്ത് എന്നത് സംസാരത്തിലൂടെ ഉണ്ടാകുന്നതും റഹ്മത്ത് എന്നത് പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്നതുമാണ്. അപ്പൊ പുരുഷന്മാരുടെ സംസാരം നേരാവണം കുടുംബജീവിതം നന്നാവാൻ. സ്ത്രീകളുടെ നിർമ്മാണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്തും വൃത്തിയാക്കല്, ഭക്ഷണം ഉണ്ടാക്കല്. അതിൻ്റെ അർത്ഥം ആണുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല എന്നൊന്നുമല്ല കേട്ടോ. ആണുങ്ങൾ ഇനിയിപ്പോൾ ചായാച്ചുമ്പോൾ അതിന് ശേഷം മധുരം ഏറിയാലും കുഴപ്പമൊന്നുമില്ല. പെണ്ണുങ്ങൾ ചായാച്ചുമ്പോൾ കയറാൻ പറ്റൂല. ആണുങ്ങളെ വർത്താനം ഒരിക്കലും പിടുത്തം വിടാൻ പാടില്ല. പെണ്ണുങ്ങൾ ഇനിയിപ്പോൾ ശേഷം നൊലൊഴിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ്. അപ്പം ആണുങ്ങളെ വർത്താനം നേരാവണം, പെണ്ണുങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരാവണം. നിർമ്മാണം എന്ന് പറഞ്ഞാൽ ക്ലീനിങ്, അതുപോലെ വസ്ത്രം കഴുകൽ, അതുപോലെ ഭക്ഷണം ഉണ്ടാക്കൽ. അതിനനുസരിച്ചുള്ള വർത്താനം ആണുങ്ങളെ അടുത്തുനിന്ന് വേണം. നല്ല ഉഷാറായിട്ടുണ്ട്, ഭംഗിയായിട്ടുണ്ട് എന്ന വർത്താനങ്ങൾ. ഇത് 2ആണ് നേരാവേണ്ടത്. ഇത് 2ഉം കേടെന്നാൽ പറ്റപ്പോയി. ഇത് 2ഉം കേടെന്നാൽ പറ്റപ്പോയി. അതുകൊണ്ട് ആണുങ്ങളെല്ലാവരും വർത്താനം പറയാൻ പഠിക്കണം. പലപ്പോഴും നമുക്ക് വർത്താനം പറയാൻ അറിയില്ല എന്നുള്ളതാണ്. ബർക്കത്തുള്ള വർത്താനങ്ങളൊന്നുമില്ല എന്നാണ്. ബർക്കത്തുള്ള വർത്താനം എന്താ? ബർക്കത്തുള്ള വർത്താനം എന്താ വെച്ചാൽ കൽബിലുള്ളത് പറയണം. അതാണ് ബർക്കത്തുള്ള വർത്താനം. ഈ ഇരിക്കണ നമുക്കെല്ലാവർക്കും, ഇതിലിപ്പോൾ കുറേ ആണുങ്ങളുണ്ട്, നമുക്കെല്ലാവർക്കും നമ്മളെ ഭാര്യമാരോട് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ നമ്മളാരും ഇത് പറയലില്ല എന്നുള്ളതാണ്. ബർക്കത്തുള്ള വർത്താനം കൽബിലുള്ളത് പറയാന്നുള്ളതാണ്. നമ്മളെല്ലാവരും കൽബിലുണ്ട്, നമുക്കെല്ലാവർക്കും നമ്മുടെ ഭാര്യമാരോട് ഭയങ്കര ഇഷ്ടമാണെന്ന്, പക്ഷെ നമ്മളാരും അത് പറയലില്ല എന്നതാണ് പ്രശ്നം. അപ്പം അതുകൊണ്ട് ബറക്കത്തുള്ള സംസാരങ്ങൾ നടത്തണം. ബറക്കത്തുള്ള തരത്തിൽ ചിലപ്പം പറയലുണ്ട്, ചിലപ്പം നമ്മൾ പറയല്ലോ നല്ല രുചിയുള്ള ഭക്ഷണമാണ്,
ഓള് ചമ്മന്തി ഉണ്ടാക്കിയാൽ ഭയങ്കര കൈപ്പുണ്യാണ് എന്ന് പറയും. ചില ആൾക്കാർ ഭക്ഷണം ഉണ്ടാക്കിയാൽ നമ്മൾ പറയും ഭയങ്കര കൈപ്പുണ്യാണ്. അതിനിപ്പോൾ പെണ്ണുങ്ങൾ ഉണ്ടാക്കിയാലല്ല, ചില ആണുങ്ങൾ ഉണ്ടാക്കിയാലും ഉണ്ട് കേട്ടോ. ചില ഹോട്ടലിലൊക്കെ ചെന്നാൽ ഒരു ചായ കുടിച്ചാൽ ഒരു റാഹത്ത് കിട്ടും. ചില ഹോട്ടലിൽ ചെന്നിട്ട് ചായ കുടിച്ചാൽ നമ്മൾ ഒരു കൊലവെള്ളം തന്നു എന്ന് പറയും. സംഗതി ഇപ്പം മൂപ്പരും കൂട്ടിയത് എല്ലാവരും കൂട്ടിയ സാധനം തന്നെയാണ്. ചൂടുവെള്ളം, ചായപ്പൊടിയും പഞ്ചസാരയും ഒക്കെ തന്നെ കൂട്ടിയത്. ചിലവർക്ക് കൈപ്പുണ്യം എന്നാണ് നമ്മളതിന് പറയാം. വാസ്തവത്തിൽ കൈപ്പുണ്യമല്ല അത്. കയ്യെല്ലാവരും ഒരേ മാതിരി തന്നെയാണ്. കയ്യിനല്ല സംഗതി ഉള്ളത്, മനസ്സിനാണ്. മനസ്സിൻ്റെ പുണ്യമാണ് ഭക്ഷണത്തിൻ്റെ രുചി എന്ന് പറയുന്നത്. വൈകുന്നേരത്ത് പുതിയാപ്പിള വരും. അപ്പോൾ പുതിയാപ്പിള വരുമ്പോൾ പുതിയാപ്പിളക്ക് ചപ്പാത്തിയും തക്കാളി കൂട്ടാനും ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ തക്കാളി ഇങ്ങനെ മുറിച്ചിട്ട് ചട്ടിക്ക് ഇങ്ങനെ ഇടുമ്പോൾ, ഉള്ളി അരിഞ്ഞിട്ട് ഇങ്ങനെ ഇടുമ്പോൾ, പടച്ചോനെ എൻ്റെ പുതിയാപ്പിള വരാണ്ടല്ലോ റബ്ബേ, ഇതൊരു രുചിയുള്ള ഭക്ഷണമാക്കണേ എന്ന് കൽബോണ്ട് വിചാരിച്ചാൽ ആ രുചി ഭക്ഷണത്തിലുണ്ടാവും. അല്ലെങ്കിൽ ആ പണ്ടാറക്കാല 8:30 ഇപ്പം കയറി വരും. അപ്പോൾ അതിന് ചപ്പാത്തി ആയില്ലെങ്കിൽ ഇവിടെ ബദർ യുദ്ധയിക്കാരം എന്നാണ് മനസ്സിലെങ്കിൽ ആ സംഗതിയാണ് ഭക്ഷണത്തിലുണ്ടാകുക. അതിനാ കയറി വരുന്ന സാധനം നേരാവും കൂടി വേണം, അപ്പോഴേ നടക്കുള്ളൂ. അതിനാണ് വർത്താനം നേരാകുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ഭാഗത്ത് വർത്താനം നേരാവണം, മറ്റേ ഭാഗത്ത് നിർമ്മാണം നേരാവണം. ഇത് രണ്ടും നേരായാലേ കുടുംബജീവിതത്തിൽ ബർക്കത്തുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ തല്ലിപ്പിരി.